ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കൂർക്ക ഇട്ട് വെച്ച ബീഫ് കറിയാണ്. ഇതിനാവശ്യമായ ബീഫും കൂർക്കയും വേറെ വേറെയാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. കൂർക്ക മഞ്ഞളും ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കണം. ബീഫ് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കുക. ഇത് കുക്ക് ചെയ്തെടുക്കാൻ പാകത്തിനുള്ള ഒരു കടായി എടുക്കുക. പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. പാത്രം ചൂടാകുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില, സവാള എല്ലാം ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം തീയിടാൻ. ഇത് നന്നായി മൂത്ത് വരുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇതിൻ്റെ നിറമൊക്കെ മാറി ബ്രൗൺ നിറമായി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യമായി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് ഒന്ന് ചൂടാക്കുക. ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മീറ്റ് മസാലയും 1 ടീസ്പൂൺ പെപ്പർ പൗഡറും ചേർത്ത് നന്നായി ചൂടാക്കിയെടുക്കുക. ഇത് കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തീ മീഡിയം ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കണം. ഈ സമയത്ത് ഈ മസാലയുടെ പച്ചമണമെല്ലാം മാറി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഇളക്കണം. ശേഷം 1 തക്കാളി പേസ്റ്റാക്കി അരച്ചത് ഇതിലേക്ക് ചേർത്ത് നന്നായി വേവിക്കണം. ഇത് വേവുന്നതിനാവശ്യമായ 1 ടീസ്പൂൺ എണ്ണ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായി ഇളക്കി വേവിക്കുക. തക്കാളിയുടെ പച്ചമണമെല്ലാം മാറി നന്നായി വെന്ത് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വച്ചിരിക്കുന്ന ബീഫിൻ്റെ കഷ്ണങ്ങൾ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. വെള്ളം ഇതിലേക്ക് ഒഴിക്കരുത്. ഈ സമയത്ത് നന്നായി ഇളക്കി മസാലയെല്ലാം ഇതിൽ നന്നായി പിടിക്കുന്നത് വരെ ഇളക്കി വേവിക്കുക. അതിനുശേഷം 2-3 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇനി ഇതിലേക്ക് ബീഫ് വേവിച്ചതിൻ്റെ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് തിളച്ച് ഇതിൻ്റെ ചാറൊന്ന് കുറുകി വരണം. ഇത് ഒരുപാട് കുറുകേണ്ട ആവശ്യമില്ല. നമുക്കിനി ഇതിലേക്ക് വേവിച്ച് വച്ചിരിക്കുന്ന കൂർക്ക ചേർത്ത് കൊടുക്കാം. ഈ ചാറിൽ കിടന്ന് കൂർക്ക ഒന്നുകൂടി വെന്ത് വരണം.
ഇപ്പോഴിതിൻ്റെ വെള്ളമൊക്കെ ചെറുതായി വറ്റി വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ ചാറെല്ലാം നന്നായി വറ്റിച്ച് ഇളക്കി വരട്ടിയെടുക്കുക. അടിയിൽ പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇതിൻ്റെ ചാറെല്ലാം വറ്റി നന്നായി വരണ്ടു വന്നിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക. വളരെ സ്വാദിഷ്ടമായ ബീഫും കൂർക്കയും കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.